സാധാരണയായി മരണപ്പെട്ടവരുടെ ആത്മാക്കൾ നമ്മുടെ സ്വപ്നങ്ങളിൽ വരുന്നത് പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മോക്ഷത്തിനായിട്ടുള്ള സഹായം അഭ്യർത്ഥിച്ചോ ആയിരിക്കും. പലരും മരണപ്പെട്ടവരുടെ ആത്മാവ് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാകാം. അടുത്ത ബന്ധുക്കളും അറിയാവുന്നവരുമൊക്കെ ഇങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ് മരണപ്പെട്ടവർ നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മെ സന്ദർശിക്കുന്നത്? എന്താണ് അവർ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുന്നത്? ഇതിന് എന്തെങ്കിലും പ്രതിവിധികൾ നടത്തേണ്ടതുണ്ടോ? ഇത്തരം സ്വപ്നങ്ങളും അർത്ഥവും ഇതിന്റെ ആത്മീയ വശവും നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. മരണപ്പെട്ടവരെ കാണുന്ന സ്വപ്നങ്ങളിൽ 70% യാഥാർത്ഥവും ആത്മീയവുമാണെന്നാണ് ചില ആത്മീയപരമായ ഗവേഷണങ്ങളിൽ പ്രസ്താവിക്കുന്നത്. അന്തരിച്ച ആളുകൾ നമ്മളെ സന്ദർശിക്കാനായിട്ടാണ് സ്വപ്നങ്ങളിലെത്തുന്നത്. എന്നാൽ ബാക്കി 30% നമ്മുടെ മാനസികപരമായ ചിന്തകൾ കൊണ്ടായിരിക്കും. കാരണം നിങ്ങൾ അവരെ നഷ്ടപ്പെട്ടുവെന്ന് കരുതി അവരുടെ ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വപ്നത്തിൽ സന്ദർശിക്കുന്നു. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്നുള്ള ഒരു പ്രൊജക്ഷൻ മാത്രമായിരിക്കാം. സാധാരണയായി 2 കാരണങ്ങളാൽ മരണപ്പെട്ടവർ നമ്മളെ സ്വപ്നത്തിൽ സന്ദർശിക്കാറുണ്ട്. ഒന്ന്, നമ്മളോട് പ്രതികാരം ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുക. മറ്റൊന്ന്, അവരുടെ മരണാനന്തര ജീവിതത്തിലെ സൗഖ്യത്തിനായി നിങ്ങളോട് സഹായം ചോദിക്കുക. രാത്രിയിൽ ഉറക്കത്തിൽ നമ്മൾക്ക് സാധാരണയായി നമ്മുടെ ഇന്ദ്രിയങ്ങളുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ അഗാധമായ ശാന്തതയിലായിരിക്കും. അതിനാൽ ഈ സമയത്ത് മരിച്ചവരുടെ ആത്മാക്കൾക്ക് സ്വപ്നത്തിലൂടെ നമ്മളെ സമീപിക്കാൻ സാധിക്കുന്നു. മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ 3 തവണ ദർശിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളോട് എന്തോ പറയാൻ ശ്രമിക്കുകയോ നിങ്ങളിൽ നിന്ന് സഹായം ചോദിക്കുകയോ ആണെന്നാണ്. സ്വാഭാവിക കാരണങ്ങളാൽ മരണമടഞ്ഞവരെ അപേക്ഷിച്ച് അകാലത്തിൽ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളാണ് ഇങ്ങനെ കൂടുതലായി പ്രത്യക്ഷപ്പെടുന്നത്. ഒരു രോഗമോ സ്വാഭാവിക കാരണങ്ങളാലുള്ള സാധാരണ മരണങ്ങൾ സംഭവിച്ചവരിൽ നിന്ന് വ്യത്യസ്തമായി അകാലമോ അക്രമാസക്തമോ ആയ മരണങ്ങൾ സംഭവിച്ച ആളുകൾക്ക് ജീവിച്ചിരിക്കുന്നവരുടെ സ്വപ്നങ്ങളിലേക്ക് എളുപ്പത്തിൽ കടന്നു വരാൻ സാധിക്കുന്നു. ചിലപ്പോൾ അവർ നിങ്ങളുടെ മരിച്ചുപോയ പൂർവികരായിരിക്കാം. ഏതാനും മിനിറ്റുകളോ സെക്കൻഡുകളോ മാത്രമായിരിക്കാം ഇവർ കടന്നു വരുന്നത്. നിങ്ങളും ഈ ആത്മാക്കളും പരസ്പരം ഓർക്കുന്നത് സംഭവിക്കുമ്പോൾ സ്വപ്നങ്ങളിൽ അവർ കടന്നു പോകും. ഒരുപക്ഷെ പൂർത്തീകരിക്കാത്ത ആ ആത്മാക്കൾ വിട്ടുപോയ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ മറ്റോ അവർക്ക് നിറവേറ്റേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്താണ് ഇത്തരം സ്വപ്നങ്ങളുടെ സൂചനകൾ എന്നത് നമുക്ക് മനസ്സിലാക്കാം. മരിച്ചുപോയ ഒരു സുഹൃത്തിനെ സ്വപ്നം കാണുന്നത് മോശം വാർത്തയെ സൂചിപ്പിക്കുന്നു. മരിച്ചുപോയ മാതാപിതാക്കളെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സമാധാനവും സൂചിപ്പിക്കുന്നു. മരിച്ച മുത്തച്ഛനെ കണ്ടാൽ കുടുംബത്തിൽ ഒരു മഹത്തായ ആഘോഷത്തെ സൂചിപ്പിക്കാം. മരിച്ചുപോയ സഹോദരനെ കണ്ടാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ ആനന്ദം ഭവിക്കും. മരിച്ചുപോയ കുടുംബാംഗങ്ങളെ കാണുന്നത് എന്തൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സൂചനകളുടെ അവരുടെ സന്ദേശം മനസ്സിലാക്കാനും ശരിയായ കാര്യം ചെയ്യാനും അവർ ഉപദേശിക്കുന്നു. നിങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു സൂചനകൾ ചിലപ്പോൾ അവർ വ്യക്തമായും നൽകും. മരിച്ചുപോയ പങ്കാളി, മരിച്ച സഹോദരങ്ങൾ, മരിച്ച ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെയും നിങ്ങളുടെ സ്വപ്നത്തിൽ കാണാം. നിങ്ങൾ സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതിനാലാണ് അവർ നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. അവർ നിങ്ങളെ സമീപിക്കുന്നത് മരണാനന്തര ജീവിതത്തിലേക്ക് പോകാൻ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതിനാലാണ്. അവർക്കത് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ഏറ്റവും നല്ല കാര്യം അവർക്കായി ഒരിക്കൽ കൂടി അന്തിമ ആചാരങ്ങൾ നടത്തുക എന്നതാണ്. അത് തീർച്ചയായും അവരെ സഹായിക്കും. സാധാരണയായി മരിച്ച ഒരാളെ സ്വപ്നത്തിൽ കാണുന്നത് എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങളെയല്ല സൂചിപ്പിക്കുന്നത്. സ്വാഭാവിക കാരണങ്ങളാൽ മരണപ്പെട്ട ഏകദേശം 70 വയസ്സ് പ്രായമുള്ള ഒരാളെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ നിറവേറ്റാൻ മറന്നുപോയ അവരുടെ ചില ആഗ്രഹങ്ങൾ നിങ്ങൾ നിറവേറ്റേണ്ടതുണ്ട് ഇത് കാണിക്കുന്നു. സ്വപ്നത്തിൽ 70 വയസ്സിന് അടുത്ത പ്രായമുള്ള മരണപ്പെട്ടവരെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന് മരണം സമാധാനപരമായിരുന്നില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്നുള്ള ചില ദുരന്തങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് അപകടങ്ങളെയോ രോഗങ്ങളെയോ സൂചിപ്പിക്കുന്നു. സ്വപ്നത്തിൽ ഒരു 30-50 വയസ്സിനിടയിൽ മരിച്ചവരെ കണ്ടാൽ കുടുംബത്തിൽ മരണം, കവർച്ച, ബിസിനസ്സിൽ പരാജയം മുതലായവ ഉണ്ടാകാം. സ്വപ്നത്തിൽ 12-25 വയസ്സിൽ ആരെയെങ്കിലും മരിച്ചതായി കണ്ടാൽ അത് വളരെ അശുഭകരമാണ്. കാരണം ആ കുടുംബത്തിന് ശാപമോ
പ്രേതപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഉണ്ടാകാം. അല്ലെങ്കിൽ കുടുംബത്തിന് ഗുരുതരമായ എന്തെങ്കിലും ഭവിച്ചേക്കാം. നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു മരിച്ച കുട്ടി പ്രത്യക്ഷപ്പെടുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാമെന്നും കാണിക്കുന്നു. ഈ സ്വപ്നങ്ങൾക്കുള്ള പ്രതിവിധികളായി പറയുന്നത് ഗോസേവ നടത്തുകയും മുതിർന്നവരോട് ബഹുമാനം കാണിക്കുകയും ചെയ്യുക, കുടുംബാംഗങ്ങളുമായി കലഹിക്കാതിരിക്കുക, കുടുംബത്തിൽ ഗായത്രി പൂജയും മറ്റു തരത്തിലുള്ള സാത്വിക പൂജകളും ചെയ്യുക, നാരായണ ബലിയും അന്തരിച്ച പൂർവികർക്കായി നടത്താം.